ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 6ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് പാർട്ടിയിലേക്ക് പോയാലോ? സമൂഹ വിവാഹത്തിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിയാൽ അത് അവരുടെ അഭിമാനത്തിന് ക്ഷേത്രം സംഭവിക്കും. അതില്ലാതാക്കാനാണ് വർണ്ണയെ ഞാൻ കല്യാണം കഴിച്ചത്. പകരമായി എനിക്ക് ആവശ്യമുള്ള പണം തരികയും ചെയ്തു. കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി അവളെ തിരികെ പറഞ്ഞയക്കണമെന്ന് കരുതിയതാണ്. പക്ഷെ അവളുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അതിന് തോന്നിയില്ല. അവൾ പഠിച്ച് ജോലി കിട്ടുന്നവരെ ഇവിടെ നിൽക്കട്ടെ എന്ന് കരുതി. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട പോലെ അവളുടെ കണ്ണിലെവിടെയോ തന്നോടുള്ള ഒരു സ്നേഹത്തിന്റെ തിളക്കം അവനും കണ്ടിരുന്നു. എന്നാലും പൈസയ്ക്ക് വേണ്ടിയാണ് കല്യാണം കഴിച്ചതെന്ന് അറിഞ്ഞാൽ അവൾ തന്നെ വെറുക്കും. അവൻ ഓരോന്നോർത്ത് അകത്തേക്ക് നിന്നു. ഒരു തോർത്തെടുത്ത് പുഴക്കടവിലേക്ക് നടന്നു. അവിടെ കൽപ്പടവിൽ താടിക്ക് കൈയും കൊടുത്ത് വർണ്ണയിരിക്കുന്നുണ്ട്. ഡി, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നേരിട്ടായ പുറത്തിറങ്ങിയിരിക്കരുതെന്ന്. അത് പറഞ്ഞ് അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി. വർണ്ണ അത് ശ്രദ്ധിക്കാതെ അവിടെ തന്നെ ഇരുന്നു. താടിക്ക് കൈ കൊടുത്ത് അവൾ എന്തോ കാര്യമായ ആലോചനയിലാണ്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇരുന്ന് സ്വപ്നം കണ്ടത് അകത്ത് കയറിപ്പോടി. അവൻ അലറി. അലറണ്ട, പതിയെ പറഞ്ഞാ മതി, എനിക്ക് ചെവി കേൾക്കും. പിന്നീട് അവൾ എന്ത് പറഞ്ഞാലും കേൾക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ദത്തനൊന്നും മിണ്ടിയില്ല. ദത്ത, നമുക്കൊരു ദിവസം ചന്തുവിന്റെ അമ്മയെ കാണാൻ പോണം. ആ ചേച്ചി കാരനല്ലേ എനിക്ക് നിങ്ങളെ കിട്ടിയേ. അത് കേട്ട് ദത്തൻ അവളെ അന്തം വിട്ടു നോക്കി. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം, ചന്തു എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ എന്തിനാ കരഞ്ഞത്? അവൻ സംശയത്തോടെ ചോദിച്ചു. അത് പിന്നെ ഇത്രയും സുന്ദരിയും സുമുഖിയായും സുശീലയുമായി എനിക്ക് വേണ്ടിയിട്ട് നീ വെറും 30,000 രൂപ വാങ്ങിയപ്പോ എനിക്കത് സഹിച്ചില്ല. കുറഞ്ഞത് ഒരു 5 ലക്ഷമെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു. പോട്ടെ, 1 ലക്ഷമെങ്കിലും. അത്രയും വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് പഠിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു. പിന്നെ ഈ തീപ്പെട്ടിക്കൊള്ളിക്ക് 30,000 കിട്ടിയത് തന്നെ ഭാഗ്യെന്ന് വിചാരിക്ക്. ഡോ, എന്നെ താൻ അത്ര കൊച്ചാക്കൊന്നും വേണ്ട. കാണാൻ ചെറുതാണെങ്കിൽ എന്നെ കാണാൻ ക്യൂട്ടാണെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഭാര്യയായിട്ട് കിട്ടിയത് തന്റെ ഭാര്യയാണ് ദത്ത. അവൾ കാര്യമായിട്ട് പറയുന്നത് കേട്ട് ദത്തൻ ചിരിക്കണം കരയണം എന്ന അവസ്ഥയിലാണ്. എന്താണ് ഭാര്യയും ഭർത്താവും കൂടെ കുളിക്കടവിൽ ഒരു റൊമാൻസ്? അപ്പുറത്തെ കടവിലിരുന്ന് സനൂപ് ചോദിച്ചു. അതെന്താ ചേട്ടാ, ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് റൊമാൻസ് ചൂടെ? ചേട്ടനെ ലൈവായി കാണണമെങ്കിൽ ഇതാ ഇവിടെ വന്നിരിക്കി. പറഞ്ഞ അടുത്തുള്ള പുൽത്താട്ടിലേക്ക് നോക്കി പറഞ്ഞതും സനൂപ് കടവിൽ നിന്നും കയറിപ്പോയി. മനുഷ്യന് വെറുതെ നാണം കടത്താതെ അകത്ത് കയറി പോടിപ്പില്ലേ? ദത്തൻ അലറി. ഇല്ല ദത്ത, ഞാൻ ഇവിടെ ഇരിക്കും. നാണല്ലേടി നിനക്ക് ഒരാൾ കുളിക്കുന്ന നോക്കിയിരിക്കാൻ? ഇല്ല, നിങ്ങളുടെ ഒപ്പം കൂടി എനിക്ക് നാണവും മാനം ഇച്ചിരി കുറവാ. എന്തേ ഇരുന്ന് കുലസീൻ പിടിക്കാതെ നീറ്റ് പോടി. ഇല്ല മോനെ, ഞാൻ പോവില്ല. ഈ നാട്ടിലെ മറ്റു പെൺപിള്ളേർക്ക് കിട്ടാത്ത ഭാഗ്യല്ലേ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ നിന്റെ കുളി ഇരുന്ന് കണ്ടിട്ടേ പോവത്തുള്ളൂ. അത് കേട്ട് ദത്തൻ അവളെ ദേഷ്യത്തിലൊന്ന് നോക്കിയ ശേഷം വേഗം കുളിച്ചു കയറിപ്പോയി. ഉച്ചയ്ക്ക് അലക്കിയ ദത്തന്റെ ഷർട്ടുകളെല്ലാം മടക്കി വെക്കായിരുന്നു വർണ്ണ. കാര്യം കള്ളുകൂടിയതിന്റെ അമ്മാടിയൊക്കെ ആണെങ്കിലും ഇടുന്ന ഷർട്ടൊക്കെ സൂപ്പറാണ്. അവൾ ഷർട്ടുകൾ മടക്കുന്നതിനിൽ മനസ്സിലാലോചിച്ചു. ഡ്രസ്സ് അലമാരയിൽ എടുത്തു വെച്ച് നാളെ ക്ലാസ്സിലേക്ക് പോകാനുള്ള ബുക്കും ബാഗും എല്ലാം ഒതുക്കി വെച്ചു. ശേഷം ഉമ്മറത്തേക്ക് നടന്നപ്പോൾ തിണ്ണയിലായി ഫോൺ നോക്കി ദത്തൻ ഇരിക്കുന്നുണ്ട്. ഇന്ന് ദത്തൻ തമ്പുരാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നില്ലാണാവോ? അവൾ പുറപുറത്തുകൊണ്ട് ദത്തന്റെ അരികിൽ വന്നിരുന്നു. ദത്തൻ അവളെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും ഫോണിലേക്ക് നോക്കിയിരുന്നു. ഇന്നെന്താ ദത്തൻ, നീ എവിടേക്കും പോകുന്നില്ലേ? നന്നാവാൻ തീരുമാനിച്ചോ? അവൾ ദത്തന് ഓപ്പോസിറ്റ് തിരിഞ്ഞിരുന്നുകൊണ്ട് ചോദിച്ചു. ഞാനിപ്പോ പുറത്ത് പോവാത്തതാണെന്ന് പ്രശ്നം. എന്നാ പോയേക്കാം. ഏയ്, അങ്ങനെയല്ല. സാധാരണ കള്ളും കുടിച്ച് നട്ടപ്പാതിരിക്ക് 4 കാലിലാണല്ലോ വരവ്. ഇന്ന് നല്ല കുട്ടിയായിരിക്കുന്ന കണ്ടപ്പോ വെറുതെ ചോദിച്ചതാ. ഇന്ന് 1-ാം തീയതി ആയിട്ട് നിന്റെ മറ്റവൻ തുറന്നു വെച്ചിട്ടുണ്ടോ പാറ്? നീ ഇത് പല വെട്ടായി എന്റെ മറ്റവനെ വിളിക്കണു. ഇനി എങ്ങനെ നീ ഇങ്ങനെ പറഞ്ഞ ഈ വർണ്ണയുടെ തനി സ്വഭാവം ദത്തൻ കാണും. അവൾ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്നോ? ഡാഷ് മോളെ. അവൻ അവളുടെ വിരലിൽ പിടിച്ചു തിരിച്ചു. എടാ വൃത്തി കെട്ടവനെ, നീ എന്നെ തെറി വിളിക്കണോ? നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് പറഞ്ഞ അവന്റെ ചെവി പിടിച്ചു തിരിച്ചു. വീട്ടടി എടി, വീട്ടടിപ്പില്ല എന്റെ ചെവിന്ന് വീട്ടവൻ. ദത്തൻ വേദന കൊണ്ട് അലറി. ഇല്ല, നീ സോറി പറ, എന്നാ ഞാൻ വിടാം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടി. അത് പറഞ്ഞ് അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചോണ്ട് അവളെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. ഒരു നിമിഷം വർണ്ണയും ഞെട്ടി. വെറുതെ എന്നോട് കളിക്കാൻ നിൽക്കണ്ട, നീ വിചാരിക്കുന്ന പോലെയുള്ള ഒരാളല്ല ഞാൻ. അത് പറയുമ്പോഴും പതിയെ മാത്രമേ ദത്തൻ അവളുടെ കഴുത്തിൽ പിടിച്ചിരുന്നുള്ളൂ.
എന്നാൽ അതേസമയം വർണ്ണ അത്ഭുതത്തോടെ അവനെ നോക്കുകയായിരുന്നു. അവനെ അത്രയടുത്ത് അവൾ ആദ്യമായിട്ടാണ് കണ്ടിരുന്നത്. വർണ്ണയുടെ പിടയ്ക്കുന്ന മിഴികളാണ് താൻ എന്താ ചെയ്തെന്ന ബോധം ദത്തന് ഉണ്ടായത്. അവന്റെ ഒരു കൈ അവളുടെ കഴുത്തിലും മറ്റേ കൈ ഇടുപ്പിലുമായിരുന്നു. അവൻ പെട്ടെന്ന് അവളിൽ നിന്ന് അകന്നു മാറി. വർണ്ണ ഒന്ന് അനങ്ങാൻ പോലും ആവാതെ അവനെ തന്നെ ചുമരി ചാരി നിന്നു. മിഴിച്ചു നിൽക്കാതെ അകത്ത് കയറിപ്പോടി. അവൻ അലറിയതും വർണ്ണ അകത്തേക്ക് കയറിപ്പോയി. വർണ്ണേ, നിനക്കെന്താ പറ്റിയേ? അവന്റെ കയ്യിലെ ചൂട് കഴുത്തിൽ നിന്നും ഇടുപ്പിൽ നിന്നും മാറിയിട്ടില്ലായിരുന്നു. അവൾ നേരെ ബെഡിലേക്ക് കിടന്നു. കുറെ കഴിഞ്ഞ് ദത്തൻ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അവൾ ഉറക്കമുണർന്നത്. പിന്നീട് അവൾക്ക് ദത്തന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിഞ്ഞില്ല. എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൾ റൂമിൽ വന്ന് കിടന്നു. പറഞ്ഞേ, നീ എന്തിനെങ്ങനെ ബ്ലേഷ് അടിക്കണേ? അവൻ ആ കാര്യങ്ങൾ എപ്പോഴേ മറന്നു കാണും. ഞാനിപ്പോഴും അതാലോചിച്ച് നാണിച്ചിരിക്കുന്നു. ഈ സങ്കടം നാണൊക്കെ നിന്റെ മുഖത്തിന് തീരെ ചേരില്ല കേട്ടോ പറഞ്ഞേ. അവൾ സ്വയം പറഞ്ഞ് മനസ്സിനെ ശരിയാക്കി. കുറെ നേരം കിടന്നിട്ടും ഉറക്കം വരാതെയായപ്പോൾ വർണ്ണ എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. രാത്രി പുറത്തിറങ്ങി അവൻ എൻ്റെ കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞിരിക്കണേ. അവൾ ജനൽ വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ദത്തൻ സ്ഥിരം ഇരിക്കുന്ന സ്ഥലത്ത് അവനെ കാണാനില്ല. വർണ്ണ പതിയെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നു. വാതിലിന് കുറുകെയായി ചെയറിട്ട് ദത്തൻ അവിടെ ഇരിക്കുന്നുണ്ട്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയതും വർണ്ണ ഒന്ന് പരിങ്ങി. എന്താടി? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. ഒന്നുമില്ല. അത് പറഞ്ഞ അവൾ അകത്തേക്ക് ഓടി. ദത്തൻ ഫോണിൽ നോക്കി കുറെ നേരം ഇരുന്നു. പക്ഷെ ഉറക്കം മാത്രം വന്നില്ല. പുറത്ത് മഞ്ഞുള്ളത് കൊണ്ട് നല്ല തണുപ്പാണ്. അവൻ സാധാരണ കുടിച്ച് ബോധമില്ലാതെ വരുമ്പോൾ ഈ തണുപ്പൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇന്ന് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ ചെറിയൊരു മടിയോടെ ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. മുറിയിൽ വർണ്ണ നല്ല ഉറക്കത്തിലാന്ന് കണ്ടതും അവൻ ശബ്ദമുണ്ടാക്കാതെ അലമാരയിൽ നിന്നും ഒരു ബെഡ്ഷീറ്റും പുതപ്പെടുത്തു. നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ചവൻ താഴെ കിടന്നു. തണുപ്പ് കാരണം തലവഴി പുതപ്പെട്ട് എപ്പോഴും ഉറങ്ങിപ്പോയി. അടുത്ത വീട്ടിൽ നിന്നും കോഴി കൂവുന്ന ശബ്ദം കേട്ടതും വർണ്ണ കണ്ണു തുറന്നു. നേരം വെളുക്കുന്നേ ഉള്ളൂ. ചെറിയൊരു വെളിച്ചമുണ്ടെങ്കിലും കണ്ണ് ശരിക്ക് കാണുന്നില്ല. നല്ല തണുപ്പുള്ളതിനാൽ പുതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടെ ചുരുണ്ടി കൂടിയതും അവൾ ഞെട്ടി എണീറ്റു. ഇന്ന് കോളേജിൽ പോണം. ആരോടെങ്കിലും പറഞ്ഞൊരു പാർട്ട് ടൈം ജോലി ശരിയാക്കണം. കോളേജിലേക്ക് 8:30 ബസ്സിലാണ് പോവേണ്ടത്. ബസ് സ്റ്റോപ്പിലേക്ക് 15 മിനിറ്റ് ദൂരമുണ്ട്. 10 മണിക്കാണ് കോളേജ് ടൈം. എങ്കിലും നേരത്തെ പോയി എന്തെങ്കിലും കടയിൽ ഒഴിവുണ്ടോ എന്ന് അന്വേഷിക്കണം. അവൾ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് എണീറ്റ് ലൈറ്റ് ഇടാനായിട്ട് മുന്നോട്ട് നടന്നതും കാലിൽ എന്തോ തട്ടി ആരുടെ മേൽ ചെന്നാണ് വീണത്. അയ്യോ വർണ്ണ അലറി. അമ്മേ! ദത്തന്റെ നിലവിളിയും കേട്ടാണ് വർണ്ണയ്ക്ക് പകുതി സമാധാനമായത്. ദത്തൻ വേഗം ഫോൺ തപ്പിയെടുത്ത് ഫോണിലെ ഫ്ലാഷ് ഓൺ ചെയ്തു. നീ രാവിലെ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങിയതാണോടി? അവൻ അവളുടെ മുഖത്തേക്ക് ഫ്ലാഷ് അടിച്ചുകൊണ്ട് ചോദിച്ചു. അതൊന്ന് മാറ്റിപ്പിടിക്കും മനുഷ്യന്റെ കണ്ണ്. അത് പറഞ്ഞു വർണ്ണ ഫോൺ മാറ്റിപ്പിടിച്ചു. ശേഷം അവന്റെ മേൽ നിന്നും എണീറ്റ് ലൈറ്റ് ഇട്ടു. എനിക്കറിയോ നിങ്ങൾ ഇവിടെ വന്ന് കിടക്കുന്ന. ഞാൻ ലൈറ്റ് ഇടാൻ വേണ്ടി എണീറ്റായിരുന്നു. വർണ്ണ അവനെ നോക്കി പറഞ്ഞ അലമാരയിൽ നിന്ന് അവന്റെ ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അവൾ പോയി ദത്തൻ നേരെ ബെഡിൽ കയറി കിടന്നു. അവളുടെ തലയിൽ തേച്ചിരിക്കുന്ന എണ്ണയുടെ മണം ആ ബെഡിൽ ഷീറ്റിൽ നിറഞ്ഞു നിന്നിരുന്നു. വർണ്ണ ഡ്രസ്സ് തിണ്ണയുടെ മുകളിൽ വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റമെല്ലാം അടിച്ച് വൃത്തിയാക്കി കുളിക്കാനായി കുളിമുറിയിൽ വെള്ളം നിറച്ചു വെച്ചു. തലേ ദിവസത്തെ 1-2 പാത്രങ്ങളും കഴുകി വെച്ച ശേഷം കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് തന്റെ ഡ്രസ്സും ദത്തന്റെ ഇന്നലത്തെ ഡ്രസ്സും എടുത്ത് പുഴക്കടവിലേക്ക് നടന്നു. തുണികൾ അലക്കി അഴയിൽ വിരിച്ച് ഉമ്മറത്തേക്ക് വരുമ്പോൾ ദത്തൻ തിണ്ണയിൽ ഫോണും പിടിച്ചിരിക്കുന്നുണ്ട്. അവൾ ദത്തനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുവെങ്കിൽ അവൻ മൈൻഡ് ചെയ്തില്ല. അവനെ നോക്കി കോക്കരി കാണിച്ച് അവൾ അകത്തേക്ക് പോയി. യൂണിഫോമിൽ അവളെ കണ്ടപ്പോൾ വർണ്ണ ഒന്നുകൂടെ ചെറുതായ പോലെ ദത്തന് തോന്നി. ഇവൾക്ക് വീട്ടിലൊന്നും തിന്നാൻ കൊടുക്കുന്നില്ലാവോ? കാറ്റടിച്ച പറന്നു പോകും തീപ്പെട്ടിക്കുള്ളി. ദത്തൻ അവൾ പോകുന്നു നോക്കി മനസ്സിൽ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞിട്ട് അവൾ റെഡിയായി ബാഗ് എടുത്ത് ഉമ്മറത്തേക്ക് വന്നു. ദത്തൻ അപ്പോഴേക്കും ഫോണിൽ നോക്കിയിരിക്കുകയാണ്. ദത്ത, ഇന്നു മുതൽ ഞാൻ കോളേജിൽ പോവാട്ടോ. നീ പുറത്തു പോകുമ്പോ വാതിൽ പൂട്ടിയിട്ട് പോണേ. നീ കീയെ ചെടിച്ചട്ടിയിൽ വെച്ചാ മതി. എന്നെ വീടാലും കൊലായിട്ട് ഇടരുത്. ഞാൻ കഷ്ടപ്പെട്ട് ഒതുക്കി വെച്ചതാ. അവൾ ബാഗ് തോളി തൂക്കിക്കൊണ്ട് പറഞ്ഞു. നീ എങ്ങനെ പോന്നെ? ബസ്സില്. ഏത് ബസ്സില്? ഉണ്ണികൃഷ്ണയില്. വൈകുന്നേരോ?
ചോലക്കാലല്ലേ? സൂക്ഷിച്ചു പോ. അവൻ ഗൗരവത്തിൽ പറഞ്ഞ അകത്തേക്ക് നടന്നു. അലമാരയിൽ നിന്ന് ഒരു തോർത്തെടുത്ത് പുറത്തേക്ക് വരുമ്പോഴേക്കും അവൾ അവിടെ തന്നെ നിൽക്കാണ്. നീ ഇത്ര നേരമായിട്ടും പോയില്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഇല്ല. എന്തേ? തത്തൻ അത് ചോദിച്ചു പറഞ്ഞ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഞാൻ പോയി വരാവേ, ബൈ തത്ത. അത് പറഞ്ഞ അവൾ പുറത്തേക്ക് പോയി. പടിക്ക് പുറത്തേക്ക് ഇറങ്ങിയ വർണ്ണ തിരിഞ്ഞു നോക്കുമ്പോൾ ദത്തൻ അന്തം വിട്ട് ആ നിൽപ്പ് തന്നെ നിൽക്കുകയായിരുന്നു. എനിക്കറിയാടാ തെമ്മാടി, വിരട്ടലൊന്നും നിന്റെ അടുത്ത് നടക്കില്ലാന്ന്. എന്നെ മെരുക്കാനുള്ള ഏക വഴി ഇതാണ്. അത് നീയായിട്ട് എനിക്ക് പറഞ്ഞു തരുകയും ചെയ്തു. അത് ചിരിയോടെ പറഞ്ഞ് മുന്നോട്ട് നടന്നു. ഇത്രയും കാലം കോളേജിലെ തന്റെ ഫീസ് അടച്ചിരുന്ന അഭിയേട്ടനായിരുന്നു. അതിന് പിന്നിൽ ദുരുദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും ഫീസിന്റെ കാര്യം ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇനി എന്ത് ചെയ്യും? എത്രയും പെട്ടെന്നൊരു ജോലി കണ്ടുപിടിക്കണം. 2 മാസം കൂടുമ്പോൾ 15,000 രൂപ കോളേജിൽ ഫീ ആയിട്ട് അടയ്ക്കണം. ഈ മാസം പഠിക്കണ്ട, പക്ഷെ അടുത്ത മാസം എന്തായാലും അടയ്ക്കണം. ദത്തനോട് ചോദിച്ചിട്ടും കാര്യമില്ല. അവന്റെ കയ്യിൽ എവിടുന്ന ഇത്രയും പണം? എനിക്ക് വേണ്ടി ഇപ്പൊ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അമ്മായി തന്ന 2,000 രൂപയുള്ളത് കൊണ്ട് ബസ്സിന് പോകാൻ പൈസയുണ്ട്. അല്ലെങ്കിൽ അതും അവനോട് ചോദിക്കേണ്ടി വരുമായിരുന്നു. ഓരോന്നാലോചിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദത്തന്റെ ബുള്ളറ്റ് ചീറിപ്പാഞ്ഞു പോയത്. പിന്നെ ആർക്ക് വായു ഗുളിക വാങ്ങാൻ എങ്ങനെ പോന്നേ? വാതിൽ പൂട്ടിയെന്തോ. ബസ് സ്റ്റോപ്പിലെത്തി കുറച്ചു കഴിഞ്ഞും ബസ് വന്നു. വലിയ തിരക്കൊന്നും ബസ്സിലില്ല. അവൾ നേരെ സൈഡ് സീറ്റിലായിരുന്നു. കണ്ടക്ടർ അരികിലേക്ക് വന്നതും അവൾ കയ്യിലെ 10 രൂപ നോട്ടെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. പൈസ വേണ്ട, 1 മാസത്തേക്കുള്ള ബസ് ഫീസ് ദത്തൻ തന്നിട്ടുണ്ട്. അത് പറഞ്ഞ അയാൾ പോയി. ബസ്സിലെ മറ്റ് യാത്രക്കാരുടെ നോട്ടം തനിക്ക് നേരെയാന്ന് മനസ്സിലായതും അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. മനസ്സിൽ സന്തോഷം വന്നു നിറയുന്ന പോലെ. അതിന്റെ അടയാളമായി ചുണ്ടിൽ ഒരു പുഞ്ചിരി വന്നു. പല കടകളിലും ജോലി ഒഴിവ് ചോദിച്ചെങ്കിലും എവിടെയും സ്റ്റാഫിന് ആവശ്യമില്ല. അതുകൊണ്ട് അവൾ നേരെ കോളേജിലേക്ക് നടന്നു. കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയത് അവളുടെ മനസ്സിലൊരു പേടി നിറഞ്ഞു. വീടിനടുത്തുള്ള കുറച്ചു പേര് ഈ കോളേജിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദത്തനെ കല്യാണം കഴിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കും. എസ്പെഷ്യലി ക്രൈം പാർട്ട്നേഴ്സ്. മിക്കവാറും അവർ തന്നെ ഗ്യാങ്ങിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടാവും. അവൾ ക്ലാസ്സിലേക്ക് കയറിയതും എല്ലാവരും അത്ഭുത ജീവിതയെ നോക്കുന്ന പോലെ അവളെ നോക്കി. മുന്നിൽ തന്നെ ക്രൈം പാർട്ട്നേഴ്സിന്റെ 9 പേര് നിൽക്കുന്നുണ്ട്. അവൾ അവരെ മൈൻഡ് ചെയ്യാതെ ക്ലാസ്സിലേക്ക് കയറി. വർണ്ണ അവിടെ ഒന്ന് നിന്ന്. കൂട്ടത്തിൽ ഒരുത്തൻ വിളിച്ചത് അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു ഗുണ്ടയായിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ ഒരുത്തനെ വിവാഹം കഴിച്ച നിന്നെ ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു. താങ്ക് ഗോഡ്, ഇത് ഞാൻ എങ്ങനെ നിങ്ങളോട് പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദത്തേട്ടൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, നിങ്ങളെ പോലെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവരുടെ കൂടെ കൂട്ടരുതെന്നും മര്യാദയ്ക്ക് 4 അക്ഷരം പഠിക്കാനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. വർണ്ണ അത് പറഞ്ഞ് ലാസ്റ്റ് ബെഞ്ച് ഒറ്റയ്ക്ക് വന്നിരുന്നു. അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വർണ്ണയ്ക്കും മനസ്സിൽ നല്ല വിഷമമുണ്ടായിരുന്നു. ഒരു കാര്യം നോക്കിയാൽ അവരെ തെണ്ടി പിള്ളേരെന്ന് പറയാൻ തനിക്കൊരു അവകാശവും ഇല്ല. ഒരാഴ്ച മുമ്പ് വരെ അവരുടെ കൂട്ടത്തിൽ താനും ഉണ്ടായിരുന്നല്ലോ. ഇനി ക്ലാസ്സിലെ മറ്റുള്ളവരും തന്നോട് അടുക്കാൻ വരില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കാരണം ഈ ഒരു കൊല്ലം ക്രൈം പാർട്ട്നേഴ്സിനൊപ്പം കൂടി എല്ലാവരും കുറെ ദ്രോഹിച്ചിട്ടുണ്ട്. അതിനാൽ തൻ്റെ ഈ അവസ്ഥയിൽ എല്ലാവരും സന്തോഷിക്കും. ഓരോന്നും ആലോചിച്ചിരുന്നപ്പോഴാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഇന്ന് കോളേജിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് വരെ തോന്നിപ്പോയി. താൻ കരയുന്നു മറ്റാരും കാണാതിരിക്കാൻ അവൾ ബെഞ്ചിൽ തലവെച്ച് കിടന്നു. കുറച്ചു കഴിഞ്ഞ് അടുത്ത ആരും വന്നിരുന്ന പോലെ തോന്നിയെങ്കിലും അവൾ അങ്ങനെ തന്നെ കിടന്നു. താങ്കളുടെ പേശിൽ ഉപ്പുണ്ടോ? വർണ്ണ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കി. ചോദിച്ചത് കേട്ടില്ലേ? താങ്കളുടെ പേശിൽ ഉപ്പുണ്ടോന്ന് അടുത്തിരുന്ന പെൺകുട്ടി അവളോടായി ചോദിച്ചു. ഉപ്പില്ല, മുളകുണ്ട്. എന്തേ? വർണ്ണ തിരിച്ചു പറഞ്ഞു. എന്നാ എനിക്കിന്റെ 2 പാക്കറ്റ്. എനിക്കും വേണം. കിച്ചൺ ഡ്രഷസ് മതി. നമ്മുടെ മഞ്ജു ചേച്ചിയുടെ കിച്ചൺ ഡ്രഷസ് നല്ലതിനായിട്ട് വിശക്കൂ, അതാണല്ലോ. വർണ്ണയുടെ അപ്പുറത്ത് വന്നിരുന്നുകൊണ്ട് മറ്റൊരു പെൺകുട്ടി പറഞ്ഞു. എടി പൊട്ടി, നീ പറഞ്ഞത് തെറ്റാ. കിച്ചൺ ഡ്രഷസ് നല്ലതാണ് വിശ്വസിക്കാന്നാ. ഈസ്റ്റേനാണ് നല്ലതിനായി വിശക്കുന്നു, മറ്റേ കുട്ടി പറഞ്ഞു. എന്നാൽ അതേസമയം അവർ തമ്മിലുള്ള സംസാരം കേട്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു വർണ്ണ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.